ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +1 മലയാളത്തിലെ ഒരു ചാപ്റ്ററാണ് സംക്രമണം എന്നു പേരുള്ള പാഠഭാഗം. പഴയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് സ്ത്രീകൾ അനുഭവിച്ചു വന്ന സാമൂഹിക അസമത്വവും അടിച്ചമർത്തലുകളും അതിൻ്റെ പുതിയ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായിട്ട് തൻ്റെ കവിതയിലൂടെ പ്രതികരിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കി കൊടുക്കുകയാണ് ആര്? ആറ്റൂർ രവിവർമ്മ ഈ സംക്രമണം എന്ന കവിതയിലൂടെ. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ അടിച്ചമർത്തലുകൾക്കും അവഗണനകൾക്കും അരികവൽക്കരണത്തിനും വിധേയമാക്കപ്പെട്ട സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് സംക്രമണം എന്ന പാഠഭാഗത്തിലൂടെ ആറ്റൂർ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. നമുക്ക് കൂടുതൽ വലിച്ചു കിട്ടണ്ട, നോക്കുക. ആറ്റൂർ രവിവർമ്മ മലയാള കവിതയിൽ ആധുനിക പ്രവണതകൾക്ക് തുടക്കം കുറിച്ച കവികളിൽ പ്രധാനിയാണ് ആറ്റൂർ രവിവർമ്മ. 1930 ഡിസംബർ 27 തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂരിലാണ് ആറ്റൂർ രവിവർമ്മ ജനിച്ചത്. ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്നിവ പ്രധാന കൃതികളാണ്. സുന്ദര രാമസ്വാമി, സെൽമ, ജി നാഗരാജൻ എന്നിവരുടെ കൃതികൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആറ്റൂർ രവിവർമ്മക്ക്. നമുക്ക് കവിതയുടെ മുന്നോട്ട് ഇങ്ങനെ ഓടിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ സംഗ്രഹത്തിലേക്ക് പോകാം. കുറേ നാളായി കവിയുടെ ഉള്ളിൽ ഒരുത്തിയുടെ ശവശരീരം അളിഞ്ഞു നാറുന്നു. ആരുടെ? ഒരുത്തി എന്നുള്ളത് സ്ത്രീക്കുള്ള ഒരു വിശേഷണമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. ഒരുത്തിയുടെ ശവശരീരം അളിഞ്ഞു നാറുന്നു. വിരലുകൾ മൂക്കിൽ തിരികെയാണ് കവി നടക്കുന്നതെങ്കിലും അരികത്തുള്ളവരും അകലെയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിഞ്ഞു മാറുന്നുണ്ട്. തനിക്ക് മണക്കണ്ട എന്ന് കരുതിയിട്ടാണ് മൂക്കത്ത് എന്ത് ചെയ്യുന്നത്, വിരലുകൾ തിരികെ നടക്കുന്നതെങ്കിലും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ദുർഗന്ധം വല്ലാതെ അനുഭവപ്പെട്ടിട്ട് അവരൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അത്രമാത്രം അസഹനീയമായിരിക്കുന്നു ആ ദുർഗന്ധം. അസഹനീയം, സഹിക്കാൻ പറ്റാത്ത അത്രയും ആയിത്തീർന്നിരിക്കുന്നു ആ ദുർഗന്ധം. അറിവുണ്ടായപ്പോൾ മുതൽ ഒരു നൂലട്ടയായി കണ്ണിലുണ്ടായിരുന്നു ആ സ്ത്രീ. വിശപ്പ് കൊണ്ട് വാരി വലിച്ച് തിന്ന് ചത്തവൻ്റെ അമ്മയായവൾ മറ്റുള്ളവളെ തീറ്റാൻ മാത്രമായിരുന്നു ചരിത്രം മുതൽ ആർക്കുള്ള പങ്ക്, ആർക്കുള്ള റോള്? സ്ത്രീക്കുണ്ടായിരുന്ന റോൾ. അവൾ മറ്റുള്ളവരെ തീറ്റി സ്വയം പട്ടിണി കിടക്കുകയായിരുന്നു. ഒരു പെണ്ണിൻ്റെ തല ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഈ പറയപ്പെട്ട ദുർഗന്ധം വഹിപ്പിക്കുന്ന ഒരുത്തി എന്ന് പറയുന്ന രൂപത്തിന് കിട്ടിയിട്ടുണ്ട്. അവളുടെ മുഖത്തെ കണ്ണ്, സ്ത്രീകളുടെ കണ്ണുകൾ പാതിരാക്ക് അടയ്ക്കാനുള്ളതാണ്. വളരെ നേരത്തെ എഴുന്നേൽക്കുകയും വളരെ വൈകി ഉറങ്ങുകയും ചെയ്യുന്ന വീട്ടിലെ ഒരു ഉപകരണം മാത്രമായിട്ട് ആര് ചുരുക്കപ്പെട്ടു? പലപ്പോഴും സ്ത്രീകൾ ചുരുക്കപ്പെട്ടു. അവളുടെ മുഖത്തെ കണ്ണ് പാതിരക്ക് അടക്കാനുള്ളതാണ്. മുറിവിൻ്റെ വക്കുപോലുള്ള ചുണ്ടുകൾ നിശബ്ദമാണ്. ഒരുപാട് സംസാരിക്കാനൊന്നും, മറ്റുള്ളവരോട് സംസാരിക്കാനോ തൻ്റെ അഭിപ്രായങ്ങൾ പറയാനോ പോലും ആർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല? സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവളോളം വൈകി ഒരു നക്ഷത്രവും മയങ്ങാറില്ല. അവളാണ് ഈ പ്രകൃതിയിൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് എന്ത് ചെയ്യാറുള്ളത്? ഉറങ്ങാറുള്ളത്. അവൾ ഉണർന്നതിന് ശേഷമേ സൂര്യൻ പോലും എന്ത് ചെയ്യാറുള്ളൂ? ഉണരാറുള്ളൂ. ഇതായിരുന്നു കുടുംബത്തിലെ ഒരു കുലീന സ്ത്രീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ സമൂഹം സ്ത്രീകളെ തളച്ചു കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത്. വളരെ നേരം വൈകി മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ, എന്നാൽ വളരെ നേരത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കുന്നവളാണ് കുടുംബത്തിലെ സ്ത്രീ എന്ന് പറയുന്ന രൂപത്തിൽ അവൾക്ക് അങ്ങനെ ചില ചട്ടക്കൂടുകൾ നമ്മുടെ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്? പകുത്തു കൊടുത്തിട്ടുണ്ട്. അവൾ ഉണർന്നതിന് ശേഷമേ സൂര്യൻ പോലും ഉണരാറുള്ളൂ. 1000 കാതം നടന്നിട്ടും പുറപ്പെട്ടെടുത്ത് തന്നെ നിൽപ്പാണവൾ. എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. പഴയ കാലത്ത് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ആ പ്രയാസങ്ങളും ആ ദുരിതങ്ങളും പുതിയ രൂപത്തിലാണെങ്കിൽ ഇന്നും എന്ത് ചെയ്യപ്പെടുന്നു? സ്ത്രീകളുടെ കൂടെ തന്നെയുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിട്ടു, എത്രയോ വിദ്യാഭ്യാസം നേടി, സമൂഹം എത്രയോ പുരോഗതി നേടി എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് ഇപ്പോഴും എന്തില്ല? ഒരു മാറ്റവും ഇല്ല. എവിടെയാണോ പുറപ്പെടുന്ന സമയത്ത് അവൾ ഉണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ആരുള്ളത്? ആ സ്ത്രീ കഥാപാത്രമുള്ളത്. 1000 കാതം നടന്നിട്ടും പുറപ്പെട്ടെടുത്ത് തന്നെ നിൽപ്പാണവൾ. 1000 വട്ടം നെഞ്ചിൽ ചവിട്ടേറ്റിട്ടും അവൾ ഉണർന്നിട്ടില്ല. ഒരുപാട് അല്ലേ, പുരുഷാധിപത്യത്തിൻ്റെ ചവിട്ടുകൾ ഒരുപാട് ഏൽക്കേണ്ടി വന്നു.
അത് അച്ഛൻ്റെ രൂപത്തിൽ, സഹോദരങ്ങളുടെ രൂപത്തിൽ, മക്കളുടെ രൂപത്തിൽ, ഭർത്താവിൻ്റെ രൂപത്തിൽ, ഇങ്ങനെ പുരുഷന്മാരുടെ ആക്രമണം, പുരുഷന്മാരുടെ അടിമത്തം പല രൂപത്തിൽ അനുഭവിച്ചിട്ടും ചവിട്ട് കിട്ടിയിട്ടും ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അവൾ അതിൽ നിന്നൊന്നും മാറി ചിന്തിക്കാൻ തയ്യാറായിട്ടില്ല. 1000 വട്ടം നെഞ്ചിൽ ചവിട്ടേറ്റിട്ടും അവൾ ഉണർന്നിട്ടില്ല. ഒരു നാറത്തപ്പായി, ഒരു കുറ്റിച്ചൂലായി, ഞെണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രമായി, ഒടുവിൽ ഒരട്ടി മണ്ണായി അവൾ മാറിയിരിക്കുന്നു. ഒരു നാറത്തപ്പ്, നമ്മൾ വേസ്റ്റൊക്കെ അല്ലെങ്കിൽ വീട്ടിലുള്ള ഏറ്റവും അവസാനം നമ്മൾ ഉപയോഗിച്ച് പഴകിയ വസ്ത്രങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, കീറി മുറിച്ച് വീട്ടിലേക്കുള്ള തുടയ്ക്കാൻ വൃത്തിയാക്കാനുള്ള തുണിയായിട്ട് മാറ്റാറുണ്ട്. ആ ഒരു തരത്തിലാണ് ആരെ കാണുന്നത്, ഒരു സ്ത്രീയ സമൂഹം കാണുന്നത്. അല്ലെങ്കിൽ ഒരു കുറ്റിച്ചൂലായി ഉപയോഗിച്ച് തേഞ്ഞ് കുറ്റിയായി തീർന്നിട്ടുള്ള കുറ്റിച്ചൂലായിട്ട്, അല്ലെങ്കിൽ ഞണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രമായി അവസാനം അവൾ എന്ത് ചെയ്യുന്നു, ഒരട്ടി മണ്ണായി അവൾ അങ്ങ് മാറുന്നു. ഇതിനെ സ്ത്രീ എന്ത് ചെയ്യപ്പെടുന്നുള്ളൂ, സമൂഹത്തിൽ അർഹത ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് കവി ചൂണ്ടിക്കാണിക്കുന്നു. ഗതി കിട്ടാത്ത അവളുടെ ആത്മാവിനെ ഒരു യന്ത്രം പോലെ കവി അഴിച്ചെടുത്ത് അതിസൂക്ഷ്മമായി മറ്റൊരു ശരീരത്തിൽ ചേർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അത് തന്നെയാണ് ഈ പാഠഭാഗത്തിൻ്റെ പേരിലേക്ക് എന്ത് ചെയ്യുന്നത്, കൂട്ടിച്ചേർക്കുന്നത്, സംക്രമണം. ഗതി കിട്ടാത്ത അവളുടെ ആത്മാവിനെ ഒരു യന്ത്രം പോലെ കവി എന്ത് ചെയ്യുന്നു, അഴിച്ചെടുത്തിട്ട് അവളുടെ ആത്മാവിനെ മാറ്റിയെടുത്തിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നു, ചേർക്കാൻ പോകുന്നു. എന്തിലേക്കാണ് സംക്രമിപ്പിക്കുന്നത്? വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരബുക്കായ കടുവയിലേക്ക് അവൾ സംക്രമിക്കുന്നു. എങ്ങനെ? വിശക്കുന്ന സമയത്ത് ഊരിലേക്ക് ഇറങ്ങുന്ന കടുവ, വിശന്നുകൊണ്ട് നാട്ടിലേക്ക് വരുന്ന കടുവ മുന്നിൽ കിട്ടിയ ആരെ എന്ത് ചെയ്യും, കടിച്ചു കീറും. അങ്ങനെ കടിച്ചു കീറാനുള്ള ഒരു പ്രാപ്തി സ്ത്രീക്കുണ്ടായിരിക്കണം എന്നുള്ള സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരബുക്ക് മനുഷ്യ മാംസം കഴിക്കുന്നല്ലേ, മനുഷ്യനെ ഭക്ഷിക്കുന്ന കടുവയിലേക്ക് അവൾ സംക്രമിക്കുന്നു. പിന്നെയോ, കുട്ടികൾ ഉറങ്ങുമ്പോൾ മലയുടെ താഴെ വയലിനക്കരെ അതിൻ്റെ മുരൾച്ച കേൾക്കാം. കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് മലക്കു താഴെ വയലുകൾക്കും അപ്പുറേ ആ കടുവ മുരളുന്ന ശബ്ദം കേൾക്കാം. ഇറയത്തെ എച്ചിൽ തിന്നുന്ന കൊടിച്ചിപ്പട്ടിയിലല്ല, ഇരയെ വളഞ്ഞാക്രമിക്കുന്ന ചെന്നായിലാണ് ആത്മാവിനെ ചേർക്കുന്നത്. ഇറയത്ത് നമ്മളെ എച്ചിലിട്ട് കൊടുക്കുന്ന കൊടിച്ചിപ്പട്ടിയുടെ റോളാണ് പലപ്പോഴും എല്ലാവരും ഉണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പലപ്പോഴും വീട്ടിലുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉണ്ണാൻ പാടുള്ള നിയമങ്ങൾ കുടുംബത്തിൽ എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഇറയത്തെ എച്ചിൽ തിന്നുന്ന കൊടിച്ചിപ്പട്ടിയിലല്ല ആ സ്ത്രീയുടെ ആത്മാവിനെ കവി കൂട്ടിച്ചേർക്കുന്നത്. ഇരയെ വളഞ്ഞാക്രമിക്കുന്ന ചെന്നായയിലാണ് ആത്മാവിനെ ചേർക്കാൻ, ആരുടെ? സ്ത്രീയുടെ ആത്മാവിനെ ചേർക്കാൻ കവി ആഗ്രഹിക്കുന്നത്. അവളുടെ വിശപ്പ് കാട്ടുതീയാകുന്നു, പടർന്നു പിടിക്കാനുള്ളതാണ് അവളുടെ വിശപ്പ്. അത് നഗരങ്ങളെപ്പോലെ എന്ത് ചെയ്യും, ചുട്ടരിക്കുന്നു. അവളുടെ വേദന ചലവും ചോരയും ഒലിപ്പിക്കുന്ന സന്ധ്യയിലേക്കും പകരുന്നു. അവളുടെ വേദനയെ എന്ത് ചെയ്യുന്നു, സന്ധ്യാസമയത്തിലേക്കാണ് ആര് കൂട്ടിച്ചേർക്കുന്നത്, ആറ്റൂർ കൂട്ടിച്ചേർക്കുന്നത്. അവളുടെ ശാപം സൂര്യതാപമായി മാറി വിളനിലങ്ങളെ കരിക്കുന്നു. വസൂരിമാല പരന്ന ആകാശത്തിൽ അവളുടെ ജഡം ബലിമൃഗമായി മാറുന്നുവെന്ന് ആറ്റൂര് പറയുന്നു. സെറ്റാണല്ലോ. നോക്കുക, ഒന്നുകൂടിയും നമുക്ക് പാഠഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. നമുക്ക് സംഗ്രഹത്തിലേക്ക് വരാം. കുറേ നാളായി കവിയുടെ ഉള്ളിൽ ഒരുത്തിയുടെ ശവശരീരം അളിഞ്ഞു നാറുന്നു. വിരലുകളൊക്കെ മൂക്കിൽ തിരികെയാണ് കവി നടക്കുന്നതെങ്കിലും അരികത്തുള്ളവരും അകലെയുള്ളവരും ഒഴിഞ്ഞു മാറുന്നു. അത്രമാത്രം അസഹനീയമായിരിക്കുന്നു ദുർഗന്ധം. അറിവുണ്ടായപ്പോൾ മുതൽ ഒരു നൂലട്ടയായി കണ്ണിലുണ്ടായിരുന്നു. വിശപ്പ് കൊണ്ട് വാരി വലിച്ചു തിന്ന് ചത്തവൻ്റെ അമ്മയായവൾ. ഒരു പെണ്ണിൻ്റെ തല അതിന് ലഭിച്ചിരുന്നു. അവളുടെ മുഖത്തെ കണ്ണ് പാതിരക്കടയ്ക്കാനുള്ളതാണ്. മുറിവിൻ്റെ വക്കുപോലുള്ള ചുണ്ടുകൾ നിശബ്ദമാണ്. അവളോളം വൈകി ഒരു നക്ഷത്രവും മയങ്ങാറില്ല. അവൾ ഉണർന്നതിന് ശേഷമേ സൂര്യനും ഉണരാറുള്ളൂ. 1000 കാതം നടന്നിട്ടും ഇപ്പോഴും സംസ്കാരം ഒരുപാട് മാറിയിട്ടും പുറപ്പെട്ടെടുത്ത് തന്നെ നിൽപ്പാണ് അവൾ. 1000 വട്ടം നെഞ്ചിൽ ചവിട്ടേറ്റിട്ടും അവൾ എന്ത് ചെയ്തിട്ടില്ല, ഉണർന്നിട്ടില്ല. ഒരു നാറത്തപ്പായി, ഒരു കുറ്റിച്ചൂലായി, ഞണുങ്ങിയ വക്കാർന്ന കഞ്ഞിപ്പാത്രമായി, ഒടുവിൽ ഒരട്ടി മണ്ണായി അവൾ മാറിയിരിക്കുന്നു. ഗതി കിട്ടാത്ത അവളുടെ ആത്മാവിനെ ഒരു യന്ത്രം പോലെ കവി അഴിച്ചെടുത്ത് അതിസൂക്ഷ്മമായി മറ്റൊരു ശരീരത്തിൽ ചേർക്കുന്നു. എവിടേക്കാണ്? വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരബുക്കായ കടുവയിലേക്ക് അവൾ എന്ത് ചെയ്യുന്നു, കൂട്ടിച്ചേർക്കുന്നു.
കുട്ടികൾ ഉറങ്ങുമ്പോൾ മലയുടെ താഴെ വയലിനക്കരെ അതിൻ്റെ മുരൾച്ച കേൾക്കാം. ഇറയത്തെ എച്ചില് തിന്നുന്ന കൊടിച്ചിപ്പട്ടിയിലല്ല, ഇരയെ വളഞ്ഞാക്രമിക്കുന്ന ചെന്നായയിലാണ് ആത്മാവിനെ ചേർക്കുന്നത്. അവളുടെ വിശപ്പ് കാട്ടുതീയാകുന്നു, നഗരങ്ങളെ ചുട്ടരിക്കുന്നു. അവളുടെ വേദന ചലവും ചോരയും ഒലിപ്പിക്കുന്ന സന്ധ്യയിലേക്കും പകരുന്നു. അവളുടെ ശാപം സൂര്യതാപമായി മാറി വിളനിലങ്ങളെ കരിക്കുന്നു. വസൂരിമാല പരന്ന ആകാശത്തിൽ അവളുടെ ജഡം ബലിമൃഗമായി മാറുന്നു. നോക്കുക, ചോദ്യത്തിലേക്ക് വരാം. പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. ഈ വരികളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീ ജീവിതാവസ്ഥ വിശദമാക്കുക. നോക്കുക, പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. കാലം ഒരുപാട് മാറിയിട്ടും പണ്ട് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ കാലഘട്ടം എവിടെയാണോ, ആ അവസ്ഥ എവിടെയാണോ, അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും അവളുള്ളത്. ഇതിലൂടെ പ്രതിഫലിക്കുന്ന ജീവിതാവസ്ഥ വിശദമാക്കുക. ഉത്തരാധുനിക മലയാള കവിതയിലെ ശ്രദ്ധേയമായ രചനകളിൽ ഒന്നാണ് ആറ്റൂരിൻ്റെ സംക്രമണം. ഉത്തരാധുനിക മലയാള കവിതയിലെ ശ്രദ്ധേയമായ രചനകളിൽ ഒന്നാണ് ആറ്റൂരിൻ്റെ സംക്രമണം. നൂറ്റാണ്ടുകളായി സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനകളും യാതനകളും അവസാനമില്ലാതെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, നൂറ്റാണ്ടുകളായി സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനകളും യാതനകളും അവസാനമില്ലാതെ ഇപ്പോഴും തുടരുന്നു. പുരുഷാധിപത്യ സമൂഹത്തിൽ ഇന്നും അവളുടെ സ്ഥാനം സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലാണ്. പുരുഷന്മാർക്ക് എവിടെയൊക്കെ ആധിപത്യം കൽപ്പിക്കുന്നുണ്ടോ ആ സമൂഹത്തിലൊക്കെ സ്ത്രീയുടെ സ്ഥാനം ഇപ്പോഴും സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലാണ്. സമൂഹം എത്ര കണ്ട് പുരോഗമിച്ചിട്ടും സ്ത്രീ വിദ്യാഭ്യാസത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടും അവളോടുള്ള സമീപനത്തിന് പറയത്തക്ക മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് കവി കൂട്ടിച്ചേർക്കുന്നു. നിയമങ്ങളും സംവരണങ്ങളും ശാക്തീകരണവും ഒന്നും പുരുഷാധിപത്യത്തിൻ്റെ നുകത്തിന് കീഴിൽ നിന്ന് കാര്യമായൊന്നും ചെയ്തിട്ടില്ല, മോചിപ്പിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംവരണം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ശാക്തീകരണം, ഇതൊക്കെ നിയന്ത്രണം ആരുടെ കയ്യിൽ തന്നെയുള്ളത്? പുരുഷന്മാരുടെ കൈകളിൽ തന്നെയുള്ളത്. ഇന്നും സ്ത്രീ ജീവിതം തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു. സെറ്റാണല്ലോ. നോക്കുക, ഉത്തരാധുനിക മലയാള കവിതയിലെ ശ്രദ്ധേയമായ രചനകളിൽ ഒന്നാണ് ആറ്റൂരിൻ്റെ സംക്രമണം. നൂറ്റാണ്ടുകളായി സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനകളും യാതനകളും അവസാനമില്ലാതെ തുടരുന്നു. പുരുഷാധിപത്യ സമൂഹത്തിൽ ഇന്നും അവളുടെ സ്ഥാനം സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലാണ്. സമൂഹം എത്ര കണ്ട് പുരോഗമിച്ചിട്ടും സ്ത്രീ വിദ്യാഭ്യാസത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടും അവളോടുള്ള സമീപനത്തിന് പറയത്തക്ക മാറ്റമൊന്നും വന്നിട്ടില്ല. നിയമങ്ങളും സംവരണങ്ങളും ശാക്തീകരണവും ഒന്നും പുരുഷാധിപത്യത്തിൻ്റെ നുകത്തിന് കീഴിൽ നിന്ന് കാര്യമായൊന്നും മോചിപ്പിച്ചിട്ടില്ല. ഇന്നും സ്ത്രീ ജീവിതം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു. സെറ്റാണല്ലോ. നോക്കുക, അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഞണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. ഇതാണ് സ്ത്രീക്ക് കൊടുക്കുന്ന വിശേഷണങ്ങൾ. ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, വക്കാർന്ന കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണ്. സ്ത്രീകളെ വിശേഷിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സൂചകങ്ങളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീകളുടെ സാമൂഹികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കാലങ്ങളായി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ അനാവരണം ചെയ്യുന്ന കവിതയാണ് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം. കാലങ്ങളായി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ അനാവരണം ചെയ്യുന്ന കവിതയാണ് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം. സമൂഹത്തിൽ വിലമതിക്കപ്പെടാതെ അസ്തിത്വം ചവിട്ടി അരയ്ക്കപ്പെട്ട സ്ത്രീകളുടെ ദയനീയമായ ജീവിതത്തെ കവി ആവിഷ്കരിക്കുന്നു. ഏറ്റവും ഉപയോഗമുള്ളതും അത്യാവശ്യമുള്ളതുമായ ഗൃഹോപകരണങ്ങളാണ് സ്ത്രീയുടെ സൂചകങ്ങളായി കവിതയിൽ ഉപയോഗിക്കുന്നത്. ഉപയോഗശേഷം നിന്ദ്യവസ്തുക്കളായി വലിച്ചെറിയപ്പെടുന്നവയുമാണ് അവ. വീടിനെ വൃത്തിയും വെടിപ്പുമുള്ളതാക്കി തീർക്കുന്നത് സ്ത്രീയാണ്. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും സുഖത്തിനും വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗത്തിനും കണക്കില്ല. എങ്കിലും കുറ്റിച്ചൂല് പോലെ, നാറത്തേപ്പ് പോലെ, ഞണുങ്ങിയ കഞ്ഞിപ്പാത്രം പോലെ അവഗണിക്കപ്പെടുന്നു. വീടും പരിസരവും ശുദ്ധമാക്കാൻ യത്നിച്ചവളെ സമൂഹം നാറത്തേപ്പാക്കി മാറ്റിയിരിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ ഇന്ധനമൊരുക്കിയ കഞ്ഞിപ്പാത്രം ഉപയോഗശൂന്യമാകുമ്പോൾ വലിച്ചെറിയുന്നത് പോലെ സ്ത്രീയും വലിച്ചെറിയപ്പെടുന്നു. തലമുറകളെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീ പിന്നീട് വക്കുപൊട്ടിയ പാത്രം എന്ന പോലെ പരിത്യക്തിയാകുന്നു, ഉപേക്ഷിക്കപ്പെടുന്നു. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ബഹിഷ്കൃതയാകുന്ന സ്ത്രീയുടെ ജീവിതത്തെ ഉപയോഗശേഷം വലിച്ചെറിയപ്പെടുന്ന ഗൃഹോപകരണങ്ങളിലൂടെ കവി ശക്തമായി അവതരിപ്പിച്ചിരിക്കുന്നു. നോക്കുക, ഒരു കുറ്റിച്ചൂല്, നാറത്തേപ്പ്, ചോദ്യം നമ്മൾ കണ്ടല്ലോ. കാലങ്ങളായി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെ അനാവരണം ചെയ്യുന്ന കവിതയാണ് ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം.
സമൂഹത്തിൽ വിലമതിക്കപ്പെടാതെ അസ്തിത്വം ചവിട്ടി അരയ്ക്കപ്പെട്ട സ്ത്രീകളുടെ ദയനീയമായ ജീവിതത്തെയാണ് കവി ആവിഷ്കരിക്കുന്നത്. ഏറ്റവും ഉപയോഗമുള്ളതും അത്യാവശ്യമുള്ളതുമായ ഗൃഹോപകരണങ്ങളാണ് സ്ത്രീയുടെ സൂചകങ്ങളായി കവിതയിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവയെ എന്ത് ചെയ്യും? നമ്മൾ വലിച്ചെറിയപ്പെടുന്നവയാണ് അവയെല്ലാം. വീടിനെ വൃത്തിയും വെടുപ്പുമുള്ളതാക്കി തീർക്കുന്നത് സ്ത്രീയാണ്. കുടുംബത്തിൻ്റെ ഭദ്രതക്കും സുഖത്തിനും വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗത്തിനും കണക്കില്ല. എങ്കിലും കുറ്റിച്ചൂല് പോലെ, നാറത്തേപ്പ് പോലെ, ഞണുങ്ങിയ കഞ്ഞിപ്പാത്രം പോലെ അവഗണിക്കപ്പെടുന്നു. വീടും പരിസരവും ശുദ്ധമാക്കാൻ യത്നിച്ചവളെ സമൂഹം നാറത്തേപ്പാക്കി മാറ്റിയിരിക്കുന്നു. ശരീരത്തിന് ആവശ്യമായ ഇന്ധനമൊരുക്കിയ കഞ്ഞിപ്പാത്രം ഉപയോഗശൂന്യമാകുമ്പോൾ വലിച്ചെറിയുന്നത് പോലെ സ്ത്രീ എന്ത് ചെയ്യപ്പെടുന്നു? വലിച്ചെറിയപ്പെടുന്നു. തലമുറകളെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ത്രീ പിന്നീട് വക്കുപൊട്ടിയ പാത്രം എന്ന പോലെ പരിത്യക്തയാകുന്നു. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ബഹിഷ്കൃതയാകുന്ന സ്ത്രീയുടെ ജീവിതത്തെ ഉപയോഗശേഷം വലിച്ചെറിയപ്പെടുന്ന ഗൃഹോപകരണങ്ങളിലൂടെ കവി ശക്തമായി അവതരിപ്പിച്ചിരിക്കുന്നു. സെറ്റാണല്ലോ മക്കൾ? പാഠഭാഗം വായിച്ചു നോക്കുക, പാഠസംഗ്രഹം നോക്കുക, ചോദ്യോത്തരം സെറ്റാക്കുക. ഈ പാഠഭാഗം ഇനി നിങ്ങൾ എന്ത് ചെയ്യില്ല, മറക്കൂല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. താങ്ക് യു.